നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വരാനിരിക്കുന്ന സീസണിലെ ഏറ്റവും വലിയ താരക്കൈമാറ്റങ്ങളിൽ ഒന്ന് തന്നെയാണ് നടന്നിരിക്കുന്നത്. ആരാധകർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നതും എല്ലാവരും അസ്വസ്ഥരായിരിക്കുന്നതും ഇതേ കാര്യത്തിലാണെന്ന് പറയാം. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് എന്നുകൂടി പറയണം. സൂപ്പർ താരം രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നീ മുൻനിര താരങ്ങൾക്ക് പകരമാണ് സഞ്ജുവിനെ ചെന്നൈ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പകരം ഇവർ രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിലേക്ക് പോകും എന്ന് തന്നെ പറയാം. IPL റിട്ടൻഷൻ ദിവസം അവസാനിക്കാനിരിക്കുകയായിരുന്നു. നിർണായകമായ പ്രഖ്യാപനം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകളായിട്ട് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ച് തന്നെ ഇതൊരു നല്ല നീക്കമാണെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിലയിരുത്തലെല്ലാം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വരും വർഷങ്ങളിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായകൻ ക്രിക്കറ്റിനോട് വിട പറയുമ്പോൾ മഞ്ഞകുപ്പായത്തിൽ ചെന്നൈ ടീമിനെ നയിക്കാൻ ഗ്ലൗ അണിയാനുമൊക്കെ ഏറ്റവും അനുയോജ്യനും യോഗ്യനും സഞ്ജു തന്നെയാണെന്ന് എടുത്തു പറയാം. ഇപ്പോഴിതാ സഞ്ജുവിന്റെ വരവ് ഒന്നല്ല, രണ്ട് രീതിയിൽ ചെന്നൈക്ക് ഗുണകരമാകുമെന്നാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായ ചേതേശ്വർ പുജാര പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ 2 സീസണുകളിലായി തന്നെ പ്ലേ ഓഫ് പോലും എത്താതെ പാതി വഴിയിൽ വീണ ചെന്നൈ അതിനെക്കുറിച്ച് സഞ്ജുവിന്റെ വരവ് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്തേക്കുമെന്നും കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജുവിന്റെ വരവ് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം കൂടുതൽ പേര് അഭിപ്രായപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ വ്യക്തി തന്നെയാണ് ചേതേശ്വർ പുജാര എന്ന് പറയാം. ചേതേശ്വർ പുജാരയെ കുറിച്ച് പറയുമ്പോൾ ചെന്നൈ അനുഭവിക്കുന്ന ടോപ്പ് ഓർഡർ ഇന്ത്യൻ ബാറ്ററുടെ അഭാവം എത്രത്തോളമാണെന്ന് കഴിഞ്ഞ 2 സീസണുകളിൽ തന്നെ വ്യക്തമാണെന്ന് പറയണം. അവിടേക്കാണ് സഞ്ജു സാംസൺ വന്നെത്തുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ നിഷേധിക്കപ്പെട്ട ഓപ്പണിംഗ് സ്ലോട്ട് തന്നെ സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ എന്ന് പറയാം. ഈ ഇടപാട് കൊണ്ട് തന്നെ CSKയ്ക്ക് 2 തരത്തിലായിരിക്കും നേട്ടമുണ്ടാവുക എന്നും കൂട്ടിച്ചേർക്കുന്നു. ഒന്ന്, കഴിഞ്ഞ IPL അവരുടെ ടോപ്പ് ഓർഡറിന് അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് വേണം എടുത്തു പറയാൻ. സഞ്ജു ടോപ്പ് ഓർഡറിൽ വന്നാൽ അവർക്ക് ആ പൊസിഷനിൽ നല്ല സ്ഥിരത ലഭിക്കുമെന്നതാണ് ചേതേശ്വർ പുജാര ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഓപ്പണറായി ഇറങ്ങി 3 സെഞ്ചുറികൾ അന്താരാഷ്ട്ര T20യിൽ തന്നെ നേടിയ ആൾ കൂടിയാണ് സഞ്ജു എന്ന് എടുത്തു പറയേണ്ടതായുണ്ട്. രണ്ടാമതായി പറയേണ്ടത് ആകാശ് ചോപ്രയെ കുറിച്ചാണ്. പറഞ്ഞതിനെക്കുറിച്ച് അവർ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുകയാണ്. മഹിഭായ്, അതായത് ധോണി എപ്പോൾ പോകുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹിഭായ്ക്ക് ശേഷം അവർക്ക് ആവശ്യമായത് ദീർഘകാലമായിട്ടുള്ളൊരു ബാറ്ററും വിക്കറ്റ് കീപ്പറും കൂടിയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സഞ്ജു കണക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് അവർ വേണം. അതുപോലെ തന്നെ അദ്ദേഹം കുറച്ചുകൂടി മികച്ച ടീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് കാര്യമെന്ന് പുജാര പറയുന്നു. എന്നാൽ CSK നായക പദവിയിൽ സഞ്ജുവിന് ഇനിയും സമയം നൽകണമെന്ന് തന്നെയാണ് പുജാര അഭിപ്രായപ്പെടുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഋതുരാജ് നയിച്ച രീതി കാരണം അദ്ദേഹം ക്യാപ്റ്റനായി തുടരുമെന്ന് എനിക്ക് തോന്നുന്നു. ടീമിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി അത് മോശമായിരുന്നില്ല. മഹിഭായ്, രവീന്ദ്ര ജഡേജ, മറ്റു നിരവധി മുതിർന്ന കളിക്കാർ എന്നിവർ ടീമിലുള്ളപ്പോൾ ആ കളിക്കാരെ എല്ലാം തന്നെ ഒപ്പം കൊണ്ടുപോയി ക്യാപ്റ്റൻസി ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കണം. പുജാര കൂട്ടിച്ചേർത്ത വാക്കുകളാണിത്. അതേസമയം രാജസ്ഥാൻ റോയൽസിൽ ഒന്നിലധികം സീസണുകളിൽ തന്നെ നായകനായി കളിച്ച സഞ്ജു ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പരിക്ക് മൂലം ചില കളികൾ നഷ്ടപ്പെടുത്തിയിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കണം.